സക്സസ് ഫയലിലേക്ക് സ്വാഗതം. എല്ലാ PSC പരീക്ഷകളിലും സ്ഥിരം ചോദിച്ചു കാണുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് ഉറപ്പുവരുത്തുക. ആദ്യത്തെ ചോദ്യം, വിറ്റാമിൻ B1ന്റെ രാസനാമം. വിറ്റാമിൻ B1ന്റെ രാസനാമം തയമിൻ എന്നാണ്. തയമിൻ. അപ്പൊ ബെറി എന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ B1 അല്ലെങ്കിൽ തയമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി. വിറ്റാമിൻ B1ന്റെ രാസനാമമാണ് തയമിൻ. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. കേരള ഹൈക്കോടതി ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശി. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? പാലക്കാട് ചുരം കോയമ്പത്തൂരുമായിട്ടാണ് യോജിപ്പിക്കുന്നത്. കോയമ്പത്തൂർ. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി ആണ്. ഡോക്ടർ ജോൺ മത്തായി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി C ബാലകൃഷ്ണനാണ്. C ബാലകൃഷ്ണൻ. പർവ്വതാരോഹകനായ C ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ ആണ്. 56 കിലോമീറ്റർ ആണ് നെയ്യാറിന്റെ നീളം. അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അഗസ്ത്യാർകൂടത്തിൽ നിന്നും ഉത്ഭവിച്ച് തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകിയിട്ട് അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ നെയ്യാറാണ്. നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ ആണ്. ഇത് പതിക്കുന്നത് അറബിക്കടലിലാണ്. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്നു. ഉത്ഭവം അഗസ്ത്യാർകൂടം. അടുത്തത്, ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജ ഹരിചന്ദ്ര. ഈ ചിത്രം നിർമ്മിച്ചത് ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏത് എന്ന് ചോദിച്ചാൽ രാജ ഹരിചന്ദ്രയാണ്. ഈ ചിത്രം നിർമ്മിച്ചത് ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ എന്ന് ചോദിച്ചാൽ ദാദാ സാഹിബ് ഫാൽക്കെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹം. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥാ പഠന ഉപഗ്രഹമാണ് കൽപ്പന 1. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യ ടുഡേ പുസ്തകത്തിന്റെ പേര് ഇന്ത്യ ടുഡേ, രചിച്ചത് RP ദത്ത് ആണ്. RP ദത്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്ക് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയത്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗമാണ് എലിപ്പനി. ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? 1937 ഗാന്ധിജി 5 പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. അവസാനമായിട്ട് സന്ദർശിച്ചത് 1937. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അവസാനത്തെ കേരള യാത്ര 1937. ഒറിയ ഭാഷ ഏത് ഭാഷാ ഗോത്രത്തിൽ പെടുന്നു? ഒറിയ ഭാഷ ഇൻഡോ ആര്യൻ ആണ്. ഇൻഡോ ആര്യൻ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോഹീലിയോമീറ്റർ ആണ്. പൈറോഹീലിയോമീറ്റർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല.
പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. PT ഉഷ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധൻ. 2019 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടമാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. ധൻരാജ് പിള്ള ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ധൻരാജ് പിള്ള ഹോക്കിയാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ധ്യാൻ ചന്ദ് ആണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ്. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, വിധിയുടെ മനുഷ്യൻ എന്നിങ്ങനെ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെട്ടത് ആരാണ്? നെപ്പോളിയൻ ആണ്. ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് പാരീസ് ആണ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മുഹമ്മദ് യൂനുസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് യൂനുസ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം? ആരംഭിച്ചത് ഏത് വർഷമാണ്? 1951 1951. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം? എയ്ഡ്സ് ആണ്. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ധാതു സമ്പത്തില് ജാർഖണ്ഡ് ആണ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയാണ്. നോവലിന്റെ പേര് നരകത്തിൽ നിന്ന്. രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള. കേരളത്തിന്റെ 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് രൂപം കൊണ്ടത് എന്ന്? കേരളത്തിന്റെ 14ാമത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് 1984 മെയ് 24-നാണ്. 1984 മെയ് 24. ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസിന്റെ ആകൃതിയിലുള്ള സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രസൈറ്റ് ആണ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ OA സ്മിത്ത് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931-ലാണ്. 1931. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത്. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹേബർലാൻഡ് ആണ്. ടിഷ്യൂ കൾച്ചറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഹേബർലാൻഡ്. കുതിരയുടെ ക്രോമസോം സംഖ്യ 64. ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ടയലിൻ. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ബാധിക്കുന്നത് കുരുമുളക്. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏതു ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? രോഗമുണ്ടാകുന്നത് മെർക്കുറിയുടെ മലിനീകരണം മൂലമാണ്. രോഗമേതാണ്? മീനമാത രോഗം. ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം 1948 ജനുവരി 30-നാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. 1948 ജനുവരി 30. മദ്യം തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ബാധിക്കുന്നത് സെറിബെല്ലം. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. കൊച്ചി ബിനാലെ സ്ഥാപിച്ചത് ആര്? ബോസ് കൃഷ്ണമാചാരി ആണ്. ഏതു ഭാഷയിലെ വാക്കാണ് സുനാമി എന്നത്?
ജാപ്പനീസ് വാക്കാണ് സുനാമി എന്നത്. ജാപ്പനീസ് വാക്ക്. ആദ്യമായി മലയാളം അച്ചടിച്ചത് എവിടെ വെച്ചാണ്? ആംസ്റ്റർഡാമിലാണ്. ആംസ്റ്റർഡാം. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്? കേരളത്തിൽ കാണപ്പെടുന്നത് ലാട്രൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് എന്നറിയപ്പെടുന്നതാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ പഞ്ചായത്ത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരമാണ്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി? ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയാണ്. കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. കൊല്ലം ജില്ലയിലെ തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. വോട്ടർമാരുടെ പേര് ചേർക്കൽ ആരുടെ ഉത്തരവാദിത്തമാണ്? വോട്ടർമാരുടെ പേര് ചേർക്കൽ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഇലക്ഷൻ കമ്മീഷൻ. അന്യായമായ തടങ്കലിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ്? അന്യായമായ തടങ്കലിനെതിരെ പ്രയോഗിക്കുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്. 1950 ഇന്ത്യൻ പാർലമെന്റിൽ കരുതൽ തടങ്കൽ നിയമം സംബന്ധിച്ച ബിൽ അവതരിപ്പിച്ചത് സർദാർ പട്ടേലാണ്. 1950 ഇന്ത്യൻ പാർലമെന്റിൽ കരുതൽ തടങ്കൽ നിയമം സംബന്ധിച്ച ബിൽ അവതരിപ്പിച്ചത് ആരാണ്? സർദാർ പട്ടേൽ. ലോക വ്യാപാര സംഘടന മുൻപ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ലോക വ്യാപാര സംഘടന മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഗാട്ട് എന്നാണ്. ഗാട്ട്. 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി സി അച്യുത മേനോനാണ്. സി അച്യുത മേനോൻ. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. കോട്ടയം. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂരാണ്. കണ്ണൂർ. ഗോവർദ്ധന്റെ യാത്രകൾ രചിച്ചതാര്? ഗോവർദ്ധന്റെ യാത്രകൾ എന്ന കൃതി ആനന്ദാണ്. ആനന്ദ്. വാഗൻ ട്രാജഡി ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൻ ട്രാജഡി മലബാർ കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വാഗൻ ട്രാജഡി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം ഏത്? ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യത്തെ നഗരമാണ് മുംബൈ. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ്. ശ്രീകാര്യം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം? ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോല നായ്ക്കന്മാർ. ചോല നായ്ക്കന്മാർ. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള? ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നെല്ലാണ്. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ഗവർണർക്കാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അതിജീവിക്കാൻ ബഹിരാകാശ പേടകത്തിന് വേണ്ട കുറഞ്ഞ വേഗം എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് ആര്? ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൻ ആണ്. എബ്രഹാം ലിങ്കൻ. മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ? മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. പ്രാവേ പ്രാവേ പോകരുത് എന്ന കവിത രചിച്ചത് ആര്? ഉള്ളൂറാണ്. ഉള്ളൂർ. ഭൂഖണ്ഡദ്വീപ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാക്കുന്നത്. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം യുറാനസ് ആണ്. യുറാനസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാൾ ആണ്. പശ്ചിമ ബംഗാൾ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം കറുകച്ചാൽ ഇംഗ്ലീഷ് സ്കൂൾ ആണ്. കറുകച്ചാൽ ഇംഗ്ലീഷ് സ്കൂൾ.
പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ആരാണ്? പട്ടം താണുപിള്ള. പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരാൾക്ക് പരമാവധി എത്ര കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടരാം? 6 മാസമാണ്. 6 മാസം. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്, ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എത്രയാണ്? 6 മൗലികാവകാശങ്ങളാണ് അവ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഭരണഘടനാ പരിഹാരങ്ങൾക്കായിട്ടുള്ള അവകാശം. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664 1664. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി സർട്ടോറിയസ് ആണ്. സർട്ടോറിയസ് പേശിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് ആരാണ്? അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായരാണ്. കൃഷ്ണദേവരായർ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജി വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. വിൻസ്റ്റൺ ചർച്ചിൽ. സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? സംസ്ഥാന ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 153 അനുച്ഛേദമാണ്. ആർട്ടിക്കിൾ 153. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭയാണ്. ഗ്രാമസഭ. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കറാണ്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം? ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 1773. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം? ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നത് ജീവകം E ആണ്. ജീവകം E. റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? റെഡ് ക്രോസ് ദിനം മെയ് 8. മെയ് 8. കേരളത്തിൽ ചീന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്ന സ്ഥലം കുണ്ടറയാണ്. കുണ്ടറ. ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുള്ളി ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബുള്ളി എന്ന പദം ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ചോദ്യം, എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? കവിതയുടെ പേര് എൻ്റെ ഗുരുനാഥൻ. ആരുടേതാണ്? വള്ളത്തോളിൻ്റെ കൃതിയാണ്. ഇതിൽ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജിയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.